ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് റോൺ കുര്യൻ. എൻ്റെ ചാനൽ PSC എക്സാം പ്രപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ പുതിയതായിട്ട് നിയോഗിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഹൂ ഇസ് ദ പ്രസൻറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഉത്തരം സുശീൽ ചന്ദ്ര. സെക്കൻഡ് ചോദ്യം എന്ന് പറഞ്ഞാൽ, 71st ബാഫ്ത ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് ഏത് പടത്തിനാണ് കിട്ടിയത്? ഉത്തരം നോമാഡ് ലാൻഡ്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് ഓർഗനൈസേഷൻ റിലീസ്ഡ് റിപ്പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ ദാറ്റ് പ്രിഡിക്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ ടു റീച്ച് $372 billion by 2022? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. വിച്ച് ഓർഗനൈസേഷൻ റിലീസ്ഡ് റിപ്പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ ദാറ്റ് പ്രിഡിക്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെൽത്ത് കെയർ സെക്ടർ ടു റീച്ച് $372 billion by 2022? ഉത്തരം നീതി ആയോഗ്. പിന്നെ ഇന്ത്യയും US നേവിയും തമ്മിലൊരു ജോയിൻറ്റ് എക്സസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു ബേ ഓഫ് ബംഗാളിൽ. ആ ജോയിൻറ്റ് എക്സസൈസിൻ്റെ പേരെന്താണ്? ഉത്തരം പാസെക്സ് എന്നാണ്. PASSEX. പിന്നെ നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് കൺട്രി റീസെൻ്റ്ലി സൈൻഡ് 4 agreements in March 21st വിത്ത് ഇന്ത്യ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് വർത്ത് 1.93 crore ഫോർ ഹെൽത്ത് കെയർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്? അതായത് ഹെൽത്ത് കെയർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് വേണ്ടി 1.93 കോടി രൂപ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 4 അഗ്രിമെൻറ്റ് ഏത് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കൂടെ ഒപ്പുവെച്ചത്? ഉത്തരം ജപ്പാനാണ്. GGP സ്കീമിൻ്റെ അണ്ടറിലാണ് കേട്ടോ. അതായത് ഗ്രാൻഡ് അസിസ്റ്റൻസ് ഫോർ ഗ്രാസ് റൂട്ട് പ്രൊജക്ട്സ്, GGP. ഇത് 1989 ഈ സ്കീം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ജപ്പാനാണ്. പിന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, Indian Naval Air Squadron, nicknamed Cobras, recently in March 2021 celebrated its Diamond Jubilee. What is its name? Which Indian Naval Air Squadron? അതായത് ഏത് ഇന്ത്യൻ നേവൽ സ്ക്വാഡ്രൺ ആണ് കോബ്രാസ് എന്നുള്ള ഇരട്ട പേരിൽ ഏത് ഇന്ത്യൻ നേവൽ സ്ക്വാഡ്രൺ ആണ് ഈ അടുത്ത കാലത്ത്, അതായത് മാർച്ചിൽ ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചത്? ഉത്തരം INAS 310, അതായത് 310. INAS 310. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് ഓർഗനൈസേഷൻ ഈസ് സെറ്റിംഗ് അപ്പ് 2 undersea cables എക്കോ ആൻഡ് ബൈഫ്രോസ്റ്റ് ടു കണക്ട് ഇൻഡോനേഷ്യ ആൻഡ് USA ടു ഇംപ്രൂവ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി? ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻഡോനേഷ്യയും US തമ്മിൽ അണ്ടർസീ കേബിൾ ഇടുന്നുണ്ട്. പേര് എക്കോ ആൻഡ് ബൈഫ്രോസ്റ്റ് ആണ്. ഏത് ഓർഗനൈസേഷനാണ്? ഉത്തരം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കാണ്. പിന്നെ അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണ്, ഹൂ റിസീവ്ഡ് സരസ്വതി സമ്മൻ 2020 അവാർഡ് ഫോർ ഹിസ് നോവൽ സനാറ്റൻ? ഇതൊരു മറാഠി നോവലാണ്. സരസ്വതി സമ്മാൻ 2020 സനാതൻ എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ് കിട്ടിയത്. അത് ആരാണ് ലേഖകൻ? അതായത് ആർക്ക് കിട്ടിയത്? ഉത്തരം ശരൺ കുമാർ ലിംബാലെ. അടുത്ത ചോദ്യം, വിച്ച് ഓർഗനൈസേഷൻ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ഐസ് ഗേറ്റ് പോർട്ടൽ, എ സിംഗിൾ പോർട്ടൽ ഫോർ ഫയലിംഗ് ഓൾ രജിസ്ട്രേഷൻ ആൻഡ് ബിൽ ഓഫ് എൻട്രി ഓഫ് ഇന്ത്യ? അതായത് രജിസ്ട്രേഷനും ബിൽ ഓഫ് എൻട്രി, ഇന്ത്യയിലേക്കുള്ള ബിൽ ഓഫ് എൻട്രി ഒക്കെ ഐസ് ഗേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ വഴി ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ അത് ലോഞ്ച് ചെയ്തു. അത് ഏതാണെന്ന് ചോദ്യം. ഉത്തരം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് കൺട്രി ടോപ്ഡ് മെഡൽ ടാലി ഇൻ ദ 2021 ISSF ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ദാറ്റ് വാസ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി? ഞാനിത് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ഉത്തരം നമ്മുടെ ഇന്ത്യയാണ്. 30 മെഡലാണ്, 15 ഗോൾഡ്, 9 സിൽവർ, 6 ബ്രോൺസ്. അപ്പോൾ ഉത്തരം ഇന്ത്യ ആണ് കേട്ടോ ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ജയിച്ചത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് വാസ് ദ കീ പോയിന്റ് ഡിസ്കസ്ഡ് ബൈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ ഇൻ ദ 17th ബീംസ്റ്റെക് മിനിസ്ട്രിയൽ മീറ്റിംഗ് അറ്റ് കൊളംബോ, ശ്രീലങ്ക? അതായത് കൊളംബോ ശ്രീലങ്കയിൽ നടന്ന 17th ബീംസ്റ്റെക് മിനിസ്ട്രിയൽ മീറ്റിംഗിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ ഏത് കീ പോയിന്റിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്? ഉത്തരം മാസ്റ്റർ കണക്ടിവിറ്റി പ്ലാനിനെ കുറിച്ചാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ടോട്ടലി ഹൗ മെനി റാഫേൽ ജെറ്റ്സ് വർ ഓർഡേഡ് ബൈ ഇന്ത്യ? അതായത് ഇന്ത്യ എത്ര റാഫേൽ ജെറ്റിനുള്ള ഓർഡറാണ് കൊടുത്തിറങ്ങുന്നത്? 36 എണ്ണം കേട്ടോ. പിന്നെ ഇത് ഓരോ ബാച്ചായിട്ട് വന്നിറങ്ങുന്നത്. ഫസ്റ്റ് ബാച്ച് വന്നത് അംബാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ മൊത്തം റാഫേൽ ജെറ്റിൻ്റെ ഡീലിൻ്റെ മൊത്തം പ്രൈസ് എന്ന് പറഞ്ഞാൽ 59,000 crores ആണ്. ഓക്കെ, റുപ്പീസ്, 59,000 crore rupees. പിന്നെ ഹു ഓതേർഡ് ദ ബുക്ക് ഇൻ ദ ഡ്രീം ഹൗസ് ദാറ്റ് വൺ ദ 2021 റാത്ബോൺസ് ഫോളിയോ ലിറ്റററി പ്രൈസ്? ഈ 2021 റാത്ബോൺസ് ഫോളിയോ ലിറ്റററി പ്രൈസ് ആരാണ് ജയിച്ചത്?
ഉത്തരം കാർമെൻ മറിയ മച്ചാഡോ ആണ്. പിന്നെ ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് സ്ലോവാക്യ ഇൻ April 2021. പലയിടങ്ങളിൽ ഇലക്ഷൻ നടന്നുണ്ട് കൺട്രീസിലത്തെ. അപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന കാരണം അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. സ്ലോവാക്യയിലെ April 2021 പ്രൈം മിനിസ്റ്ററായിട്ട് ചാർജ് എടുത്ത ആളാരി? ഉത്തരം എഡ്വേർഡ് ഹെഗർ ആണ്. പിന്നെ ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ അഡീഷണൽ ഡയറക്ടർ ഓഫ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അതായത് ഈ അടുത്ത കാലത്ത് അഡീഷണൽ ഡയറക്ടറായിട്ട് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ ചാർജ് എടുത്ത ആളുടെ പേര് ഏത്? ഉർജിത് പട്ടേൽ എന്നാണ്. പിന്നെ വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ UN ആണ് ഇത് ഒബ്സർവ് ചെയ്യണത്. അത് എന്നായിരുന്നു? ഉത്തരം 2 April. പിന്നെ സോളാർ പവർ പ്രൊജക്ട്സ് PM കുസുമിൻ്റെ സ്കീമിൻ്റെ അണ്ടറിൽ സോളാർ പവർ പ്രൊജക്ട്സ് നടത്തിയിട്ടുണ്ട്. ഫാം ബേസ്ഡ് സോളാർ പവർ പ്രൊജക്ട്സ്. അത് ഏത് സ്റ്റേറ്റിലാണ് ആദ്യം എന്താ പറയുക കമ്മീഷൻ ചെയ്തത്? ഉത്തരം രാജസ്ഥാൻ ആട്ടോ. ഞാൻ ഇംഗ്ലീഷിലാണ് ചോദ്യം പറയാം, മലയാളം എൻ്റെ കുറച്ച് വീക്കാണ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു കമ്മീഷൻ ഫാം ബേസ്ഡ് സോളാർ പവർ പ്രൊജക്ട്സ് അണ്ടർ PM കുസും സ്കീം? ഉത്തരം രാജസ്ഥാൻ. PM കുസും എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉത്ഥാൻ മഹാഭിയാൻ എന്നാണ്. പിന്നെ ഹൂ ഈസ് ദ പ്രസന്റ് WTO പ്രസിഡന്റ്? ൻഗോസി ഓഞ്ചോ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അദ്ദേഹം ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ആണ് ടു ബി ദ WTO പ്രസിഡന്റ്. WTO എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആട്ടോ. പിന്നെ ഹൂ വൺ കോപ്പ ഡെൽ റേ ഫൈനൽ? അതായത് ഇന്നലെ സംഭവിച്ചതാണ്. കോപ്പ ഡെൽ റേ ഫൈനൽ ആരാണ് വിജയിച്ചത്? ഉത്തരം ബാർസലോണ. പിന്നെ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 നടക്കുന്ന സ്ഥലം ഏത്? ഉത്തരം ആൽമാട്ടി, കസഖസ്ഥാനിലാണ് ഇത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൂ വൺ എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2021 അറ്റ് ഇമോള? ഇമോളയിൽ വെച്ച് എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2021 അതായത് 2021 ആരാണ് വിജയിച്ചത്? ഉത്തരം മാക്സ് വെർസ്റ്റാപ്പൻ എന്നാണ്. ഓക്കെ, മാക്സ് വെർസ്റ്റാപ്പൻ എന്ന ആളാണ് എമിലിയ റൊമാഗ്ന ഗ്രാൻഡ് പ്രിക്സ് 2021 അറ്റ് ഇന്ത്യ ജയിച്ചത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി ഇൻ April 2021 got approval for financial assistance from the World Bank and Asian Infrastructure Investment Bank for its $300 million canal based drinking water project? അതായത് $300 million ഒരു കനാൽ ബേസ്ഡ് ഡ്രിങ്കിങ് പ്രോജക്റ്റിന് വേണ്ടി ആർക്കാണ് അപ്രൂവൽ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ ആർക്കാണ് അപ്രൂവൽ കിട്ടിയത്? വേൾഡ് ബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിനും നിന്നും. ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ ആവർത്തിക്കുക, ഇംഗ്ലീഷിൽ തന്നെ ആവർത്തിക്കുക, അതാ ഭേദം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി ഇൻ April 2021 ഗോട്ട് അപ്രൂവൽ ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ദ വേൾഡ് ബാങ്ക് ആൻഡ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഫോർ ഇറ്റ്സ് $300 million കനാൽ ബേസ്ഡ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്ട്? ഉത്തരം പഞ്ചാബാണ്. പിന്നെ വിച്ച് പേയ്മെൻറ്റ് കമ്പനി റീസെൻ്റ്ലി അലൗഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഇൻ ദ USA ടു ട്രേഡ് വിത്ത് ക്രിപ്റ്റോ കറൻസീസ്? ഉത്തരം പേപ്പാലാണ്. അതായത് ക്രിപ്റ്റോ കറൻസീസ് വെച്ചിട്ട് US ട്രേഡ് ചെയ്യാൻ പെർമിഷൻ കൊടുത്ത പേയ്മെൻറ്റ് കമ്പനി ഏതാണ്? ഈ മാസമാണ് പെർമിഷൻ കൊടുത്തത്. ഉത്തരം പേപ്പാലാണ് കേട്ടോ. ഹു വാസ് അവാർഡഡ് വിത്ത് കലിംഗരത്ന സമ്മാൻ ഫോർ ദ ഇയർ 2021 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഒഡിയ ലിറ്ററേച്ചർ? അതായത് ഈ അടുത്ത കാലത്ത് കലിംഗരത്ന സമ്മാൻ അത് തുടങ്ങിയത് 2007 ഈ വർഷം അതായത് 2021 കലിംഗരത്ന സമ്മാൻ ഒഡിയ ലിറ്ററേച്ചറിനുള്ള കോൺട്രിബ്യൂഷന് വേണ്ടി ആർക്കാണ് കിട്ടിയത്? ഉത്തരം ബിശ്വഭൂഷൺ ഹരിശ്ചന്ദ്രൻ. ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഏത് ബാങ്കാണ് 1200 കോടി വില മതിക്കുന്ന സാന്റാക്രൂസിലുള്ള റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ അക്വയർ ചെയ്തത്? അതായത് വിച്ച് ബാങ്ക് റീസെൻ്റ്ലി അക്വയർഡ് ദ 1200 crore rupees worth Santa Cruz Center of Reliance Infrastructure Limited ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ലോൺസ്? ലോൺ അടയ്ക്കാത്തതിന് ആരാണ് അത് അക്വയർ ചെയ്തത്? ഉത്തരം യെസ് ബാങ്ക് എന്നാണ്. പിന്നെ വിച്ച് ഓർഗനൈസേഷൻ മാനുഫാക്ചേഴ്സ് ഇന്ത്യാസ് ഇൻഡിജിനസ് മെയ്ഡ് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം ആകാശ് മിസൈൽ ഫോർ ഇന്ത്യൻ ആർമി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ്? ഇന്ത്യൻ ആർമിയും എയർഫോഴ്സിനും വേണ്ടി ആകാശ് മിസൈൽ മാനുഫാക്ചർ ചെയ്യാൻ ഇന്ത്യയിലത്തെ ഇൻഡിജിനസ് മെയ്ഡ് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ്. അത് ആരാണ് ഉണ്ടാക്കണേ? ഉത്തരം ഭാരത് ഡൈനമിക്സ് എന്നാണ് കേട്ടോ. പിന്നെ DRDO's ഡിഫൻസ് മെറ്റീരിയൽ ആൻഡ് സ്റ്റോർസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് DMSRDE
at Dash has developed a bulletproof jacket weighing 9 kg for ആംഡ് ഫോഴ്സസ്. അത് ആംഡ് ഫോഴ്സിന് 9 കിലോൻ്റെ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. DRDOൻ്റെ ഡിഫൻസ് മെറ്റീരിയൽ ആൻഡ് സ്റ്റോർസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് ഏത് സ്ഥലത്ത് വെച്ചാണ് അത് ഡെവലപ്പ് ചെയ്തിരുന്നത്? ഉത്തരം കാൺപൂർ എന്നാണ്. പിന്നെ അർഗ്രിയ ശരത് ചന്ദ്രാജി, എ ന്യൂലി ഡിസ്കവേർഡ് പ്ലാന്റ് സ്പീസീസ് ഫ്രം വെസ്റ്റേൺ ഗാർഡ്സ് വാസ് നെയിംഡ് ആഫ്റ്റർ വിച്ച് ഇന്ത്യൻ പേഴ്സണാലിറ്റി? ഏത് ഇന്ത്യൻ പേഴ്സണാലിറ്റിക്ക് പുറകിലാണ് ഈ ഒരു ഫ്ലവറിങ് സ്പീസീസിനെ സയൻറ്റിഫിക് നെയിം അർജീരിയ ശരത് ചന്ദ്രജി എന്നുള്ള പേര് വെച്ചത്? ഉത്തരം ശരത് പവാർ എന്നാണ്. പിന്നെ ഫസ്റ്റ് പ്ലെയർ ടു ഹിറ്റ് എ സെഞ്ചുറി ഇൻ IPL 2021, അതായത് ഇപ്പോൾ നടക്കുന്ന IPL 2021 ഏറ്റവും ആദ്യം സെഞ്ചുറി അടിച്ച ഇന്ത്യൻ നമ്മുടെ പ്ലെയർ ആരാണ്? ഉത്തരം നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻ April 2021 Nguyen Xuan Phuc and Pham Minh Chinh were elected as President and Prime Minister of വിയറ്റ്നാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പല ഇടങ്ങളിലും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിറങ്ങുന്നത് ഈ ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ വിയറ്റ്നാമിൽ നടന്ന ഇലക്ഷനിൽ ഇൻഗുയൻ NGUYEN, അതായത് ഇൻഗുയൻ സ്വാൻ ഫുക്, അദ്ദേഹം പ്രസിഡൻറ്റും ഫാം മിൻ ചിൻ അദ്ദേഹം പ്രൈം മിനിസ്റ്ററുമായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. വിയറ്റ്നാമിലാണ് കേട്ടോ. പിന്നെ ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ മിഷൻ ഡയറക്ടർ ഓഫ് നീതി ആയോഗ്സ് അടൽ ഇന്നോവേഷൻ മിഷൻ? ഉത്തരം ചിന്തൻ വൈഷ്ണവാണ്. അതായത് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിൽ നീതി ആയോഗാണ് നടത്തണേ. അതിൻ്റെ പുതിയ മിഷൻ ഡയറക്ടറായിട്ട് ആരാണ് ചാർജ് എടുത്തത്? ഏപ്രിലാണ് അദ്ദേഹം ചാർജ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് ചിന്തൻ വൈഷ്ണവ് എന്നാണ്. അപ്പോൾ ഈ വീഡിയോസിന് ഇത്രയും മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ PSC എക്സാം പ്രപ്പ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്